ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുറിയിലെത്തിയ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഇത്ര ചെറിയ വിഷയത്തിന് എന്തിനാ ഇത്രയും വലിയ സംസാരമൊക്കെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ കാശിൻ്റെ വിഷയമല്ലേ, അതുകൊണ്ടാണ് ഇത്ര സംസാരം എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എൻ്റെ സീരിയലിൽ മാത്രമേ ഡബ് ചെയ്യുന്ന സീരിയലിൽ മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സീൻസൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പം റിയൽ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനിത് നേരിട്ട് കാണുവാന്ന് പറയുവാണ് വർഷ. എന്നിട്ട് പറയുന്നുണ്ട് വർഷ, ഈ അമ്മ എന്തിനാ എപ്പോഴും രേവതി ചേച്ചിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുവേ, അത് പിന്നെ അമ്മക്ക് പണ്ട് തൊട്ടേ അങ്ങനെയല്ലേ, രേവതി ചേച്ചി ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ അമ്മയുടെ സ്വഭാവം എൻ്റെ അടുത്തെങ്ങാനും എടുത്തു നോക്കട്ടെ, അമ്മയുടെ വായിൽ ഞാൻ സ്റ്റാപ്ലർ അടിച്ച് പൂട്ടിക്കുമെന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിന് എട്ടുവാണ്. എന്താ വർഷ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, പിന്നെ എനിക്കിതൊന്നും കേട്ട് നിൽക്കാനൊന്നും പറ്റില്ല, ഞാൻ നല്ല മറുപടിയും കൊടുക്കും, ആ സ്റ്റാപ്ലർ അടിച്ച് അമ്മയുടെ വായ തന്നെ പൂട്ടിക്കളയും എന്ന് പറയുവാണ്. പിന്നെ ശ്രീകാന്തൊന്നും മിണ്ടുന്നില്ലേ. വർഷ ഈ പറയുന്നതും കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ശ്രീകാന്ത്. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രയും രവീന്ദ്രനും കൂടിയുള്ള സംഭാഷണമാണ്. ചന്ദ്ര രവീന്ദ്രനെ ചീത്ത പറയുവാണേ, നിങ്ങൾ ഈ പ്രായത്തിൽ ആവശ്യമില്ലാതെ കടവും ലോണും ഒക്കെ എടുത്ത് വെറുതെ ബാധ്യതകൾ വരുത്തി വെച്ച് വെക്കല്ലേ എന്നാണ് ചന്ദ്ര പറയുന്നത്. ഇപ്പോൾ രവീന്ദ്രൻ നല്ല ചീത്ത തിരിച്ചും പറയുന്നുണ്ട്, നിന്റെ സ്വഭാവം ഞാനിപ്പോൾ കണ്ടു, മക്കളുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ നീ ഇപ്പോൾ പറഞ്ഞത്? ഒരു മുറിയുടെ പ്രശ്നത്തിൽ എന്തൊക്കെയാണ് അവരെ പറഞ്ഞത്? മക്കളെ തമ്മിൽ പിരിപ്പിക്കാനുള്ള എല്ലാ ഇതും നീ നോക്കുന്നുണ്ട്, നീ നോക്കിക്കോ, അവർ തമ്മിൽ 3 പേരും 3 വഴിക്കോട്ടായിരിക്കും ഇനി പോകാൻ പോകുന്നത്. നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്താൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിനക്ക് നിൻ്റെ വീടാണെന്നുള്ള ഒരു അഹങ്കാരത്തിലല്ലേ നീ എനിക്ക് ആധാരം തരില്ല എന്ന് പറഞ്ഞത് പണയത്തിന് വേണ്ടിയിട്ട്. നീ എനിക്ക് തരണ്ട, നീ തന്നെ അത് വെച്ചോണ്ടിരുന്നോ, ഈ പൈസക്ക് വേണ്ടി ഞാൻ വേറൊരു വഴി കണ്ടിട്ടുണ്ട്, അത് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുവാണേ. പിന്നെ കാണിക്കുന്നത് മഹിമയും മധുസൂദനനും തമ്മിലുള്ള സംഭാഷണമാണ്. മഹിമക്ക് വർഷയുടെ കോള് വന്നിട്ട് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, നല്ലൊരു കുടുംബത്തിൽ തന്നെ ഏതായാലും ഞാൻ എൻ്റെ മോളെ പറഞ്ഞയച്ചിരിക്കുന്നത്, ഇതൊരു പൈസക്ക് മുറിക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങളോ അവിടെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഫോണിൽ കൂടി. അത് കഴിഞ്ഞിട്ട് മഹിമ നേരെ പോയി മധുസൂദനോട് പറയുവാണ്, ചേട്ടാ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു 7 ലക്ഷം രൂപ വേണമെന്ന് പറയുവാണ്. അപ്പോൾ മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടി പെട്ടെന്ന് ഇത്ര ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ, അത് പിന്നെ നമ്മുടെ വർഷക്ക് വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ ചോദിക്കും, അവൾ പറഞ്ഞു നിൻ്റെ അടുത്ത് പൈസ വേണമെന്ന്. അവൾ പറഞ്ഞില്ല, അവരുടെ വീട്ടിൽ മുറിയുടെ പ്രശ്നം നടക്കുവാണല്ലോ, സച്ചിക്കും രേവതിക്കും മുറി കെട്ടാൻ വേണ്ടി 7 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴേക്കും മധുസൂദനന് ദേഷ്യം വരുവേ, നീ എന്താടി എന്നെ കളിയാക്കുവാണോ? ആ സച്ചി അവനെന്നെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടുത്തിയതാ, എന്നിട്ട് അവനെ മുറി പണിയാൻ വേണ്ടി ഞാൻ കാശ് കൊടുക്കണമെന്നോ? രവീന്ദ്രൻ നമ്മുടെ മോളെ കൊണ്ട് ചോദിപ്പിച്ചതായിരിക്കും പൈസ. ഇവർ ഈ പണക്കാരുടെ വീട്ടിലെ മക്കളെ കൊണ്ട് കെട്ടിപ്പിക്കുന്ന തന്നെ മോളെ കൊണ്ട് കെട്ടിപ്പിച്ച് തന്നെ അതിനുവേണ്ടി തന്നെയാണ്. പൈസക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാമല്ലോ, അയാളുടെ സ്വഭാവമൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ പറ്റി വളരെ മോശമായിട്ട് മധുസൂദനൻ സംസാരിക്കുവാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, അവരാരും പൈസ ചോദിച്ചിട്ടില്ല. അപ്പോൾ മധുസൂദനൻ ചോദിക്കും, പിന്നെന്തിനാ നീ കൊടുക്കുന്ന? ഇല്ല, ഞാനായിട്ട് തന്നെ കൊടുക്കാമെന്ന് ഓർത്തു, നമ്മ കൊടുക്കുന്ന പൈസ എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തും എന്ന് പറയുമ്പോൾ മധുസൂദനൻ അത് മനസ്സിലാവില്ലേ. അപ്പോൾ മഹിമ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ ക്യാഷായിട്ട് ചെക്കായിട്ട് കൊടുക്കാൻ പോയാലും രവീന്ദ്രനായാലും സച്ചി ആയാലും അത് മേടിക്കാൻ പോകുന്നില്ല. ആ പേരും പറഞ്ഞ് അവിടെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയാലോ, ഹെൽപ്പ് ചെയ്യാൻ പോയ എന്നെ ഇൻസൾട്ട് ചെയ്യിപ്പിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മോളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അങ്ങനത്തെ ഒരു കാരണം വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മോളെയും മരുമകനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താം എന്നൊക്കെ പറയുവാണ് മഹിമ. ഇതാണ് മഹിമയുടെ മനസ്സിലെ പ്ലാൻ. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, നീ കഴിഞ്ഞ പ്രാവശ്യമായി AC കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ആ ചെക്ക് എഴുതിത്താ, ഇപ്രാവശ്യം എന്തായാലും എൻ്റെ ഇത് പിഴക്കത്തില്ല, നല്ല പ്രശ്നം തന്നെ അവിടെ നടക്കുമെന്ന് പറയുമ്പോൾ മധുസൂദനൻ ശരി ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ് മഹിമക്ക് ചെക്ക്. എന്നിട്ട് മഹിമ ആ ചെക്കുമായിട്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവുകയാണേ. മഹിമേനെ കാണുന്നതും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചന്ദ്ര രവീന്ദ്രനൊക്കെ സ്വീകരിച്ച് അകത്തോട്ടിരുത്തുന്നുണ്ട്. വർഷയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും അപ്പോൾ അവിടെ ഹോളിൽ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മധുസൂദനൻ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയും, അദ്ദേഹത്തിന് പണിയുണ്ടെന്ന് പറയുമ്പോൾ, എല്ലാ പ്രാവശ്യവും ഇത് തന്നെയല്ലേ പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വിഷയം മാറ്റുവാണേ. അതൊന്നും കുഴപ്പമില്ല, മഹിമെങ്കിലും വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മഹിമ പിന്നെ താൻ വന്ന കാര്യം പറയുവാണേ, ഇവിടെ മുറി കെട്ടാൻ പോകുന്നു എന്നൊക്കെ വർഷ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ 3 മക്കൾക്കും താമസിക്കാൻ 3 മുറിയില്ലല്ലോ, ഇപ്പോൾ ഒരു മുറിയും കൂടി ചേർത്ത് പണിയാന്ന് ഓർത്തിരിക്കുക എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, വളരെ നല്ല കാര്യം, ഈ വീട് പണിയുമ്പോൾ പോലും എൻ്റെ മധുസൂദനൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ ലോൺ എടുത്തിട്ടല്ലേ ഈ വീട് പണിതേന്നൊക്കെ മഹിമ പറയുമ്പോഴേക്കും അവിടെയുള്ളവർക്കൊക്കെ ദേഷ്യം വരുവാണേ. ശ്രീകാന്തിനും, കാരണം അന്നൊരു പ്രശ്നമൊക്കെ നടന്നായിരുന്നല്ലോ, മധുസൂദനൻ പൈസയൊക്കെ കൂടുതൽ രവീന്ദ്രൻ്റെ നിന്ന് മേടിച്ചിട്ട് കുറേ ഇഷ്യൂ ഒക്കെ നടന്നായിരുന്നു. അപ്പോൾ രവീന്ദ്രൻ ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രൻ്റെയും മുഖം മാറുന്നുണ്ട്, ശ്രീകാന്തിൻ്റെയും മുഖം മാറുന്നുണ്ട്, ചന്ദ്ര അപ്പോൾ രവീന്ദ്രനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും മുഖം മാറുന്നത്.
അപ്പോൾ രേവതി പറയുന്നുണ്ട്, ലോണ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ, അതിപ്പോൾ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അച്ഛൻ അതും പൈസ അണുവിട തെറ്റാതെ തന്നെ അതൊക്കെ അടച്ച് തീർക്കുകയും ചെയ്തല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്തിനാ രേവതി ഇപ്പോൾ സംസാരിക്കുന്നത്, മഹിമ വന്ന കാര്യം പറയാമെന്ന് ചന്ദ്ര ചോദിക്കുവാണേ. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, അല്ല മുറി കെട്ടാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറൊക്കെ വന്ന് നോക്കിയിട്ട് 7 ലക്ഷം രൂപ ആവും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത്ര ആകും എന്നൊക്കെ പറഞ്ഞു, മണ്ണിനും സിമെൻറ്റിനൊക്കെ പൈസ കൂടുമല്ലേ, അതുകൊണ്ടാണ് അത്ര ആവുന്നത്. ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്യാലോ എന്നോർത്ത് വന്നതാ. മധുസൂദനനോട് ചോദിച്ചിട്ട് ഞാനൊരു 7 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഇങ്ങനെ കാണിക്കുവാണേ അവർക്ക്. അപ്പോഴേക്കും രവീന്ദ്രൻ്റെ മുഖത്തൊന്നും സന്തോഷമൊന്നുമില്ല, ശ്രീകാന്തിന് ഒരു ടെൻഷൻ കയറി വരുന്നുണ്ട്. ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മഹിമ ഇത്രയും 2 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്തപ്പോഴേക്കും. മഹിമ പറയുന്നുണ്ട്, ഇതെൻ്റെ സഹായമായിട്ടൊന്നും കൂട്ടണ്ട, നമ്മളെല്ലാവരും ഒറ്റ കുടുംബമല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി എന്നൊക്കെ പറയുവാണ്. മഹിമ വീണ്ടും ആ പഴയ ഡയലോഗൊക്കെ തന്നെ ഇരുന്ന് അടിക്കുവാണ്. ഈ പൈസ മുറി കെട്ടാൻ വേണ്ടി എടുത്തെന്ന് പറഞ്ഞ് മഹിമ കൊടുക്കുമ്പോഴേക്കും ചന്ദ്ര ഭയങ്കര സന്തോഷത്തിൽ അത് മേടിക്കാൻ വേണ്ടി എഴുന്നേക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രനെ നോക്കുമ്പോൾ രവീന്ദ്രൻ മുഖത്ത് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുവാണ്. അപ്പോൾ ചന്ദ്ര മേടിക്കാൻ പോയി ചന്ദ്ര അങ്ങനെ തന്നെ ഇവിടെ ഇരുന്നിട്ട് പറയും, അതൊന്നും വേണ്ട എന്ന് പറയുവാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, അല്ല ഈ റിട്ടയറായ സമയത്തിന് ലോണൊന്നും എടുത്ത് കടമൊന്നും മേടിച്ച് കഷ്ടപ്പെടണ്ടല്ലോ, അതും നമ്മളുള്ളപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ ചെക്ക് തരുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര കണ്ണൊക്കെ തള്ളിയിരിക്കുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇതിനെയാണ് വലിയ മനസ്സെന്നൊക്കെ പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും കടം ചോദിച്ചാൽ പോലും തരാറില്ല, നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് പൈസ കൊണ്ട് തരുന്നു, വലിയൊരു മനസ്സാണ് നിങ്ങളുടെ എന്നൊക്കെ ചന്ദ്ര മഹിമേനെ പുകഴ്ത്തുവാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ അമ്മേനോട് പൈസയൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, നീ ചോദിച്ചിട്ട് വേണോ ഞങ്ങൾ സഹായിക്കാൻ, ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് ചെയ്യേണ്ട കാര്യമല്ലേ വർഷ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനി നമ്മൾ ലോണൊന്നും നടക്കേണ്ടി വരില്ലല്ലേ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, നിക്ക് ശ്രുതി എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാമെന്ന് പറയുമ്പോഴേക്കും സച്ചി കയറി വരുവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ വർഷയുടെ അമ്മയോ, കയ്യിലൊരു പേപ്പറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പേപ്പറൊന്നും അല്ല, ചെക്ക, ഇവിടെ മുറി പണിയാൻ വേണ്ടി വർഷയുടെ അമ്മ 7 ലക്ഷം രൂപ ചെക്കും കൊണ്ട് വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ മാറുവാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, ആ മുറി കെട്ടിയിട്ട് ഇവരും ഇവരുടെ ഭർത്താവുമാണ് ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരും. ചന്ദ്ര പറയുന്നുണ്ട്, അവരവരുടെ വലിയ മനസ്സുകൊണ്ട് നമ്മൾ കടമൊന്നും എടുക്കണ്ടല്ലോ എന്നോർത്ത് കൊണ്ടുവന്ന് സഹായിക്കുകയാണ് പൈസ തന്നിട്ട്, അപ്പോൾ നീ ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതെന്താ ഇവർ നമ്മളെ മാത്രം സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്നു, വേസ്റ്റ് മേടിച്ച് തരാമെന്ന് പറയുന്നു, ഇപ്പം മുറി കെട്ടിത്തരാമെന്ന് പറയുന്നു, ഇവർക്ക് ഇത് തന്നെയാണോ ജോലി എന്നൊക്കെ സച്ചി ചോദിക്കുവാണേ. കുറേ പേര് ഈ നാട്ടിലെ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവരെയൊക്കെ പോയി സഹായിക്കാൻ പറ, ഇവിടെ ആർക്കും കയ്യും കാലിനും വയ്യാത്തവരൊന്നുമില്ല, ഞങ്ങളുടെ വീട് ഞങ്ങളുടെ റൂം കെട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വിചാരിച്ച് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമക്ക് ദേഷ്യം വരുവാണേ. ശ്രുതി അപ്പോൾ സച്ചിയോട് ചൂടാവുന്നുണ്ട് അവിടെ നിന്നിട്ട്. ശ്രുതി പറയുന്നുണ്ട്, ഒരാളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ നീ ഇങ്ങനെയാണോടാ സച്ചി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, നമ്മൾ ചോദിച്ചിട്ട് ചെയ്യുന്നതാ സഹായം, ചോദിക്കാതെ ചെയ്യുന്നത് പിച്ചിടുന്നത് പോലെയാന്നൊക്കെ പറയുവാണ്. അപ്പോൾ മഹിമ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. മഹിമ പറയുന്നുണ്ട്, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ, സച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മഹിമ വർഷയുടെ മുമ്പിൽ ഒരു പാവമാവാൻ ശ്രമിക്കുവാണ്. സച്ചി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു കുടുംബം തന്നെയാണ്, പക്ഷേ ആ മുറി കെട്ടേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാ. എടാ ശ്രീകാന്തേ, നീ പറഞ്ഞിട്ടാണോ, നീയോ നിൻ്റെ ഭാര്യ വലുതും പറഞ്ഞിട്ടാണോ ഇവരെ പൈസയും കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വർഷയും പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ വിശേഷം പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് സഹായിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുവാണ്. സച്ചി പറയുന്നുണ്ട്, ഇവിടെ ആർക്കും സഹായമൊന്നും വേണ്ട, ആ ചെക്ക് അവരുടെ കയ്യിൽ തന്നെ വെക്കാൻ പറച്ചാന്ന് പറയുവാണേ. അപ്പോൾ ഒരു ചന്ദ്ര പറയുന്നുണ്ട്, നീ ആരാടാ സച്ചി ഇതിലൊക്കെ തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, ഇല്ല ചന്ദ്രേ, ഞാനും അത് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, അപ്പോൾ അവനും പറഞ്ഞു എന്ന് പറയുവാണ് രവീന്ദ്രൻ. മഹിമ പറയും, ശ്രീകാന്തിൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളൊക്കെ ഒരേ കുടുംബമല്ലേ, ആ കുടുംബത്തിൽ സഹായം ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയല്ലേ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, അല്ല സഹായിക്കണമെന്ന് തോന്നിയതിൽ വളരെയധികം സന്തോഷം, പക്ഷേ ആ സഹായം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്കിൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കടമെടുത്തല്ലേ ആ വീട് കെട്ടാൻ മുറി കെട്ടാൻ തീരുമാനിച്ചത്, കടമെടുക്കുന്നതിന് നല്ലതല്ലേ മമ്മി കാശ് തരുന്നതെന്ന് വർഷ ചോദിക്കുവാണേ. അമ്മ ഒരു തേർഡ് പേഴ്സൺ ഒന്നും അല്ലല്ലോ എന്നാണ് വർഷ ചോദിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ കുടുംബങ്ങൾക്കിടയിൽ ഇങ്ങനെ കൊടുക്കലും വാങ്ങലും ഒന്നും നല്ലതല്ല, കാരണം അങ്ങനെ കൊടുത്തും വാങ്ങിയും കഴിയുമ്പോഴേക്കും കുടുംബം പിരിയാനും അതൊരു കാരണമാവുക തന്നെ ചെയ്യുമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു നിയമമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വീട് മേടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, നിൻ്റെ അച്ഛൻ്റേത് ഞാൻ മേടിച്ചെന്നല്ല, നിൻ്റെ അച്ഛൻ എന്നെ നിർബന്ധിച്ച് എൻ്റെ പേരിൽ എഴുതി തന്നതാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിന് മറുപടി സച്ചിയാണ് പറയുന്നത്, അങ്ങനെ കൊടുത്തെങ്കിൽ എന്താ, ദിവസത്തിൽ എത്ര പ്രാവശ്യം കേൾക്കണം എൻ്റെ വീട് എന്നുള്ളൊരു ഡയലോഗ് അമ്മയുടെ വായന ഇപ്പോഴും അച്ഛൻ കേട്ടോണ്ടിരിക്കുമല്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയുടെ അച്ഛൻ ആ വീട് അമ്മയുടെ പേരിൽ എഴുതി തന്നു, അതുപോലെ തന്നെ വർഷയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷയുടെ അമ്മ വർഷയ്ക്ക് വേണ്ടി ചെയ്യട്ടെ, അല്ലാതെ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചിക്ക് സന്തോഷമാണ്. സച്ചി പറയുന്നുണ്ട്, അത് പോയിന്റ് രേവതി, ഈ പറഞ്ഞതാണ് പോയിന്റ് എന്ന് സച്ചി പറയുന്നുണ്ട്.
ശ്രീകാന്തേ, നിന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിച്ചോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണ് അപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുവാണ്. അപ്പോൾ വർഷം നല്ലോണം ചീത്ത പറയുന്നുണ്ട് സച്ചിനെ. സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അമ്മ ഒരു സഹായം ചെയ്യാമെന്ന് വെച്ച് വന്നപ്പോഴേക്കും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സഹായം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷം, പക്ഷെ അത് വേണ്ടാന്ന് സ്വീകരിക്കണ്ട എന്നുള്ളത് അച്ഛൻ്റെ തീരുമാനമല്ലേ, അതിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവരുടെ മനസ്സിലിരിപ്പ് ഇവരുടെ വായിൽ തന്നെ വെളിയിലോട്ട് ഇപ്പോൾ പുറത്ത് വന്നത് കേട്ടില്ലേ? ശ്രീകാന്തിനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ അവരുടെ മനസ്സിലിരിപ്പ്. എല്ലാവരെയും പറഞ്ഞു വിട്ട് തമ്പുരാട്ടിക്ക് തമ്പുരാനും കൂടി ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ അച്ഛാ ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ ശ്രുതിയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അമ്മ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? നീ എൻ്റെ മനസ്സിലിരിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യം ശ്രീകാന്തിനെ പറഞ്ഞു വിടണം, പിന്നെ ഞങ്ങളെ പറഞ്ഞു വിടണം, എന്നിട്ട് നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ഇവരുടെ കുടുംബത്തിനിടയിൽ ഒരു പ്രശ്നം നടക്കാൻ പോവാന്ന് മഹിമക്ക് മനസ്സിലാകുമ്പോൾ മഹിമ ഒരു പയ്യെ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. മഹിമക്ക് സന്തോഷമായി. സച്ചിക്ക് ശ്രുതിയും അങ്ങനെ പറയുമ്പോഴേക്കും സങ്കടമാവുന്നുണ്ട്. സച്ചി അപ്പോൾ രവീന്ദ്രനോട് പറയുന്നുണ്ട്, എന്താ അച്ഛ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ അത് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താടെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ശ്രുതി പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നത്. സച്ചിയുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ വീട്ടിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും സച്ചിയാണ് ആദ്യ അഭിപ്രായം പറയുന്നത്. സച്ചി പറയുന്നത് വേണം എല്ലാവരും കേൾക്കാൻ. അതിനർത്ഥം സച്ചിയാണ് ഈ വീട്ടിലെ വലിയ ആൾ, സച്ചിക്കാണ് ഇവിടുത്തെ പൂർണ്ണ അധികാരം എന്നൊക്കെ അല്ലേ എന്നാണ് ശ്രുതി ചോദിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രുതി എൻ്റെ സച്ചിയേട്ടൻ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധിയൊന്നുമില്ല, സച്ചിയേട്ടൻ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്നല്ല പെരുമാറുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതാ മനസ്സിലുള്ള കാര്യമൊക്കെ അല്ലേ ഇപ്പോൾ പുറത്ത് വന്നത്. ശ്രീകാന്തിനെ വർഷേനെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുക അവൻ പറഞ്ഞത് കേട്ടില്ലേ, പോയി സ്ഥലം മേടിച്ച് വേറെ വീട് വെച്ച് താമസിക്കാൻ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വർഷയുടെ അമ്മക്ക് വർഷയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലെന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടൻ അത് പറഞ്ഞതാ, അത് വെറുതെ എന്നും പറഞ്ഞ് അവരിവിടെ ഓടിക്കാനുള്ള പ്ലാനൊന്നും സച്ചിയേട്ടൻ ഇല്ല എന്ന് പറയുവാണ്. മഹിമ പറയുന്നുണ്ട്, ഞാൻ കാരണം ഒരു പ്രശ്നം ഇവിടെ വേണ്ട, ഞാൻ നിങ്ങൾ പുറത്തുനിന്ന് പൈസ എടുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ സച്ചിക്ക് ഞാൻ എന്ത് ചെയ്താലും ഇഷ്ടമില്ല. ഞാൻ എന്ത് സഹായം ചെയ്യാൻ വന്നാലും സച്ചി അതിനെ എതിർക്കാറേ ഉള്ളൂ. എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് മഹിമ പറയുവാണേ. ശ്രുതി പറയുന്നുണ്ട്, ഇവൻ ഈ വീട്ടിലാരും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? നിന്റെ മനസ്സിലിരിപ്പോൾ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ആദ്യം ശ്രീകാന്തിനെ ഓടിക്കണം, പിന്നെ എന്നെ ഓടിക്കണം, എന്നിട്ട് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുവാണ്. സച്ചിയും ദേഷ്യം വന്ന് ശ്രുതിയുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും രവീന്ദ്രൻ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛാ പിന്നെ എന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛന് ശേഷം ഈ കുടുംബത്തിലെ മൂത്ത ആൾ ഞാനല്ലേ, അല്ലാതെ ഇവനല്ലല്ലോ. എല്ലാ കാര്യത്തിനും തീരുമാനമെടുക്കാൻ ഇവനാരാ? ഞാനാ ഈ വീട്ടിൽ അടുത്തതായിട്ട് തീരുമാനമെടുക്കേണ്ട ആളെന്നൊക്കെ ശ്രുതി പറയുവാണേ. ഇനി ഇവൻ പറയുന്നതൊന്നും കേട്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. എടാ സച്ചി, നിനക്ക് ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ നീയും രേവതിയും കൂടി പുറത്തോട്ട് പോയി വേറെ വീടെടുത്ത് താമസിക്കും. നിന്റെ വാക്കും കേട്ടൊന്നും ഇനി ഇവിടെ ഞങ്ങൾ ആരും നിൽക്കാൻ പോകുന്നില്ല. നിന്റെ മനസ്സിലിരിപ്പൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായടാ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് ശ്രുതിയെ തല്ലുവാണ്. എന്ത് മനസ്സിലായടാ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയെ ഒരുപാട് തല്ലുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും ഒരിക്കലും ഈ വീട് ആഗ്രഹിച്ചിട്ടില്ലടാ. നീ പൈസക്ക് ആഗ്രഹിച്ച് ഇവിടെ നടക്കുന്നത് നീയാണ് അച്ഛൻ്റെ പൈസയൊക്കെ എടുത്ത് ഓടിപ്പോയവൻ. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് ശ്രുതിയെ വീണ്ടും തല്ലുവാണേ. അപ്പോൾ ചന്ദ്ര പിടിച്ച് മാറ്റിയിട്ട് പറയും, നാണമില്ലടാ സച്ചി ഇവിടെ വർഷയുടെ അമ്മയുടെ മുമ്പിലിട്ട് ഇങ്ങനെ തല്ലു പിടിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ചോദിക്കുവാണ് ചന്ദ്ര. മഹിമ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ഇവരോട് നിർത്താൻ പറയുമ്പോഴും സച്ചിൻ നിർത്തുന്നില്ല. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടും നിർത്താത്തപ്പോൾ എനിക്ക് എന്ത് മര്യാദയാണ് ഇവിടെ ഉള്ളത്? വന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തല്ലുപിടിക്കാൻ നാണമില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അച്ഛാ അവർ വന്നത് തന്നെ ഈ രംഗം കാണാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അവർ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു സീൻ അവർക്ക് കാണാൻ പറ്റില്ലോ, അവർക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും എന്ന് പറയുവാണ്. മഹിമക്ക് അത് കേൾക്കുമ്പോഴേക്കും വല്ലാതാവുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.